1 long day of disappointmentന് ശേഷം ഇന്ന് ഞങ്ങൾ എങ്ങനെ പോണേ? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആ കാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അല്ലേ? അതെ, ഞാൻ ഇവൻ ചാടിയിട്ടേ ഞാൻ ചാടുള്ളൂ എന്തായാലും. നമ്മള് വണ്ടി എടുക്കുന്നത്, നമ്മൾ എൻഡോർക്ക് എടുക്കുന്നത്. സ്കൂട്ടിക്ക് വലിയ റേറ്റ് ഇല്ല. എത്ര? 700 700 റീസണബിൾ. Your office name? Yeah, Time to Ride. Time to Ride. Okay. നമ്മൾ അന്ന് പോയ റോഡ് തന്നെയാണ് ഇതും, പക്ഷെ ഇപ്പൊ വലിയ വണ്ടികളൊന്നും കാണാനില്ല. ബ്ലോക്ക് തുടങ്ങി. നമ്മള് മാത്രം നീങ്ങുള്ളൂ എന്ന് പറയാം, വേറെ ആരും നീങ്ങില്ല എന്ന് പറയാ. ഇവരൊക്കെ എപ്പെട്ടാലാ വണ്ടി നിർത്തിയിട്ടേക്കാ, ഡ്രൈവേഴ്സ് ഒന്നുമില്ല, അവരൊക്കെ പുറത്തിറങ്ങി ചില്ലിയോ. നമ്മള് ഡീവിയേറ്റ് ചെയ്ത് വേറെ റൂട്ടിലേക്ക് വന്നേക്കാം. ഇതിന് ഇവിടുന്ന് നേരെ ഒരു 2.6 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ബഞ്ചി ജമ്പിങ് ചെയ്യുമ്പോൾ വയസ്സായിരിക്കും അല്ലേ? വ്യൂ ഞാൻ ജസ്റ്റ് എക്സൈറ്റഡ് ആയതാ. 1.6 കിലോമീറ്റേഴ്സ് കൂടെ, 800 മീറ്റർ കൂടെ ഉള്ളു അങ്ങോട്ടേക്ക്. ബഞ്ചി ജമ്പിങ് പ്ലേസ് എത്താതെ ഇതാണ് ബഞ്ചി ജമ്പിങ് പ്ലേസ്. ഇവിടെ നിർത്തിക്കും. Screw it, let's do it. അതെ, അതന്നെ നമ്മൾക്ക് പറയാനുള്ളൂ. ഒരു ബിൽഡിംഗ് ആണ് ഇതിന്റെ മുകളില് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒരാളുടെ വ്യൂ നോക്കി നിക്ക. നോക്കട്ടെ, വണ്ടർഫുള്ളാ. ഇത് വീഡിയോയില് കണ്ട പോലെയല്ല, ഇത് നല്ല എന്റെ അളിയാ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചാടുമ്പോ തന്നെ ഇങ്ങനെ തൂങ്ങുന്ന. അയ്യോ സീനില്ല, നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് പേടിയൊന്നുമില്ല, നിനക്ക് പേടിയുണ്ടോ? ഞാനെങ്ങാനും ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ നീ ചാടണമെന്ന് പറഞ്ഞ അതെ കണ്ടോ. പേടിക്കരുത് ഗൈസ്, പേടിക്കരുത്, നമ്മൾ ചെയ്യൂല്ലേ. അയ്യോ കാണാൻ എനിക്ക് നല്ല പേടിയുണ്ട് ഹൈറ്റ്, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഇത് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു. 2024 ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്ന്. ബേസിക്കലി 2024 ലാസ്റ്റത്തെ ദിവസമാണ്. എനിക്ക് തോന്നുന്നു 2025 നല്ലൊരു വർഷമായിരിക്കും. ഇത് ആക്ച്വലി അവരെന്നെ നമുക്ക് തരുന്ന വീഡിയോ ആണ് ഗൈസ്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ചാടുന്നതും അവൻ ചാടുന്നതും തമ്മിലുള്ള വ്യത്യാസം. എന്നെ ഒരുമാതിരി പേടിച്ചിട്ട് കരഞ്ഞ് പൊളിച്ചു ഞാൻ. അവൻ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഗൈസ് അവിടെ പോയിട്ട് ബഞ്ചി ജമ്പിങ് ചെയ്തത്. എന്താണെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്, കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബഞ്ചി ജമ്പിങ് ട്രൈ ചെയ്യണം എന്നുള്ളത്. അത് ഈ സ്നോ മൗണ്ടൻസിൻ്റെ ഇടയിൽ നിന്നായപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷം. ഞങ്ങൾ ഹാപ്പിയാണെങ്കിലും വീട്ടുകാർക്ക് നല്ല ദേഷ്യം വന്നു. അവർ ചോദിച്ചാൽ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയതൊക്കെ ചോദിച്ചാൽ എല്ലാവരും നല്ല ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചാടി കഴിഞ്ഞു. എൻ്റെ മോനെ സീൻ ഇവള് കരഞ്ഞു പൊളിച്ച്. ഞാൻ നോക്കുമ്പോ ഏത് സംഭവം അറിയോ, നമ്മളാ വക്കത്ത് ചെന്ന് നിക്കണവരെ നമ്മൾ വിചാരിക്കും ഓർത്തിക്കേണ്ട, സീനില്ല, ചാടി വേറെ ഓപ്ഷൻ ഇല്ല, നോ ഗോയിങ് ബാക്ക്, ചാടിയേ പറ്റൂ. ഞാൻ സാധനം കാണിച്ചുതരാം. ഇവിടുന്ന് അതിൻ്റെ അകത്തുനിന്നാണ് ഞങ്ങൾ നടന്ന് ഈ മഞ്ഞിക്കൂടെ ട്രക്ക് ചെയ്ത് ഈ പാലത്തിന്റെ സൈഡിൽ കൂടെ കയറി അവിടം വരെ ഞങ്ങൾക്ക് മഞ്ഞത്ത് ട്രക്ക് ചെയ്യണമായിരുന്നു. വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി. അത് ഈ സ്ഥലം കണ്ടില്ലേ, ഭയങ്കര രസമായിരുന്നു ട്രക്കിങ്. പക്ഷെ നമുക്ക് ഫോൺ അങ്ങോട്ട് ചാടാൻ നേരത്ത് ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ വ്യൂ കൂടി കാണിക്കാറ്. നന്ദുവിൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇവള് വീണ് കൈയൊക്കെ മഞ്ഞൾ വീണായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നന്ദുവിൻ്റെ ബങ്കി എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ഈ മരണം മുമ്പിൽ കാണാന്നൊക്കെ പറയില്ലേ. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അതിൻ്റെ ആ തുമ്പത്ത് പോയി നിന്നപ്പല്ലേ ഞാനൊരു കൈ ഇങ്ങനെ പിടിച്ചേക്കാം, അയാളെന്നിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. വീണ് കഴിഞ്ഞിട്ട്
അയ്യോ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. സീനാണ്. നമ്മൾ ആ വീഴണ മൂവ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കാലിലൊന്നും ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. നമ്മള് അവസാനം വലിയുമ്പോഴാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു വാശിയായിരുന്നു, കണ്ണടച്ച് ചാടരുത്, കണ്ണ് തുറന്ന് കണ്ട് വീഴാന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. ഗൈസ് മസ്റ്റ് ട്രൈ. നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ തന്നെ കണ്ണടച്ച് ചാടുന്നതിൽ ഒരു കഥയൊന്നുമില്ല. ചെയ്യുവാണെങ്കിൽ അതിങ്ങനെ കണ്ട് ചാടണം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ, ചുറ്റും സ്നോ ആയിരുന്നു. ഞാൻ കൂലാന്നൊക്കെ പറഞ്ഞ് ചാടിയതാ, പക്ഷെ ചാടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് എന്ന് പറഞ്ഞു പോകും. ഞാൻ നോക്കുമ്പോളേ തല കുത്തിയൊരു സാധനം ഇങ്ങനെ ഇറങ്ങിയുണ്ട്. ഞാൻ താഴേക്കുള്ള കണ്ണെന്നൊക്കെ കൊടുക്കൂടാന്ന് വെള്ളം. സത്യം പറയാലോ, അത് കഴിഞ്ഞ അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ട്. സ്നോ, അതായത് നമ്മൾ ഇതുവരെ കാണിച്ച പോലത്തെ സ്നോ അല്ല, മുട്ടിന് അത്രയും കാല് പൂണ്ടു പോകും. ഹൈറ്റ് ഉള്ള സ്നോ. ഒരു ഗ്ലൗ ഞാനിട്ടു, ഒരു ഗ്ലൗ അവനിട്ടു, ഒരു പെയർ ഓഫ് ഗ്ലൗസ് എടുത്തുള്ളൂ, മറന്നുപോയതാ. ഓ, എനിക്ക് ആക്ച്വലി കൈ അനക്കായ. അതിപ്പോൾ അവൻ ഗ്ലൗസ് ഇടിപ്പിച്ചെന്താ കാണിച്ചു തരാം. ഇത് കണ്ട, ഇത്ര തടിയില്ല എൻ്റെ വിരലിനൊന്നും. സോളനയക്കുന്ന ലൈക്ക് ഒട്ടും പറ്റണില്ല, കരച്ചിലായിരുന്നു എനിക്ക്. ഞങ്ങൾ വിചാരിച്ചു ഇവരുടെ ക്യാമ്പിൽ കയറി കുറച്ച് ചൂട് കൊള്ളാമെന്ന്. ഇവര് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു, പേടിയായോന്നൊക്കെ. എന്തോ സുഖമുണ്ടോ? പയ്യെ ഇരുട്ടി തുടങ്ങി, ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങണം. ഇതാണ് സംഭവം. ബഞ്ചി. അങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നന്ദു. നൈസ്. അങ്ങനെ ബഞ്ചി ജമ്പിങ് ചെയ്ത് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. ഈ ലൊക്കേഷൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. അതായത് എനിക്കറിയില്ല വേറെ ബഞ്ചി ജമ്പിങ് ഉണ്ടോന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ആണോ? ഇതൊക്കെ നല്ല കട്ടിയിലാ ഗൈസിനോ. സറൗണ്ടഡ് ബൈ സ്നോ. നിങ്ങൾ ഈ ട്രാഫിക് കാണുന്നുണ്ടോ ഗൈസ്? ഈ നിരാന്ന് കിടക്കണില്ലേ, അതൊക്കെ വണ്ടികളാണ്. കണ്ടോ, ലൈക്ക് അത്ര പേരത്തെ ട്രാഫിക്കാണ്. കണ്ടോ? സോ നിങ്ങൾ സോലാങ് വാലി അങ്ങനെയൊക്കെ സീസൺ ടൈമിൽ വരുമ്പോഴത്തേക്ക് സ്കൂട്ടി റെൻ്റ് എടുത്ത് ഓടിക്കാൻ നോക്കുക. തോന്നുന്നു അങ്ങോട്ട് സോലാങ് വാലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇന്ന് കാറിൽ ഇത് കണ്ട് തിരിച്ചു പോവൊക്കെ കാറിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും ന്യൂ ഇയർ. അത്ര തിരക്കാണ് ഗൈസ്. കാറൊക്കെ നിർത്തിയിട്ടൊക്കെ കാറിൻ്റെ മുകളിൽ സ്നോമാനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇവർക്ക് തന്നെ അറിയാം, ഇവർക്ക് ഇപ്പം എന്തായാലും അവിടെ എത്താൻ പറ്റൂലെന്ന്. കണ്ടോ, എല്ലാ കാറിൻ്റെ മുകളിൽ ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബങ്കി ജമ്പിങ് ഒക്കെ കഴിഞ്ഞ് ഒരു കഫേ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് ഒന്ന് വൈബൊക്കെ ചെയ്ത് സംസാരിച്ച് ഞങ്ങളിത് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. ഇവിടെ ബഹളമാണ്, ഉത്സവമാണ് ഇവിടെ. എന്ത് തോന്നണു നന്ദു? ചമ്മലുണ്ടോ അങ്ങോട്ട് കയറി ചെല്ലാൻ? പുച്ഛം പാർട്ടി ചെയ്യാമോ? കമോൺ, ഡാൻസ് കളിക്കാം. ഹോൾ മനാലി സൗണ്ട് കേട്ടോ നിങ്ങൾ? ഫുൾ ലൈറ്റ് ഓഫ് ആക്കി. It's crackers and sound and everyone is screaming Happy New Year! Happy New Year! എല്ലായിടത്തും ലൈറ്റ് ഓൺ ആക്കി. സത്യം. Happy New Year!